ഉച്ചയായപ്പോൾ പാറക്കുട്ടിക്കും മീനുക്കുട്ടിക്കും ബിരിയാണി കഴിക്കാനൊരു മോഹം. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ച് റൈസ് വേവിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അടുക്കള സ്ലാബിൽ കയറി ഇരുന്നിട്ട് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം പാത്രം വെച്ചു, അതിലേക്ക് കുറച്ച് ചിക്കൻ കറി അങ്ങ് ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചോറ്, ഇരുന്ന ചോറ് മൊത്തം ഞാൻ എൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കേട്ടോ. എന്നിട്ട് ലേശം നെയ്യ് ഒഴിച്ചു. കാരണം എൻ്റെ കയ്യിൽ വേറെ ഒന്നും ബിരിയാണിക്ക് ആവശ്യമായ ഒരു സാധനം വീട്ടിലില്ലായിരുന്നു, ഒരു വെജിറ്റബിൾ പോലും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില തൂകി, മല്ലിയിലും പുതിനയില ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ഇട്ടു. പിന്നെ കുറച്ച് എസൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഒഴിച്ച ശേഷം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഈ കറിയും റൈസും എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഞാൻ നല്ലൊരു അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് അങ്ങ് വെച്ചു കേട്ടോ. ചെറിയ തീയിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് തുറന്നപ്പോഴോ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ റെഡിയായി കേട്ടോ. ഇത് ബിരിയാണി എന്ന് വിളിക്കുന്നതുകൊണ്ട് ആരും എന്നെ അടിക്കാൻ വരരുത്, ഞങ്ങൾക്കിത് ബിരിയാണിയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും കുറച്ച് സാലഡും അച്ചാറും കൂട്ടി പാറക്കുട്ടിക്കും മീനുക്കുട്ടിക്കും കൊടുത്തു. അവർ കാർട്ടൂൺ ഇട്ട് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഹാപ്പി.